Is it giving? So today I'm going for Pongal celebration in our department. So let's go. സോ ഇന്ന് നമ്മൾ എല്ലാവരും പൊങ്കൽ സെലിബ്രേഷന് പോവുകയാണ്. പൊങ്കൽ കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പൊങ്കൽ ഇന്നാണ് ആഘോഷിക്കണേ. സോ അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെയാണത്. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് എല്ലാതും ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ, ലൈക്ക് കോലമൊക്കെ ഇട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പൊങ്കൽ വെക്കാൻ ടൈമായി. ഇപ്പോൾ വെച്ചാൽ ഉച്ചയ്ക്കത്തേക്ക് ആവുള്ളൂ. അത് പാലല്ല കേട്ടോ, അത് വേറെന്തോ സാധനമാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഫസ്റ്റ് ഞാനത് പാലാന്ന് വെച്ചു, അപ്പോൾ ഞാൻ പാലല്ലത്. അതിന് നമ്മൾ പൊങ്കലിനുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരപ്പോഴത്തേനും എല്ലാവരും കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് തുടങ്ങി. എല്ലാവരും എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ കാണാൻ. ലൈക്ക് ആ ട്രഡീഷണൽ സാരിയിൽ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ അണിഞ്ഞൊരുങ്ങി എന്ത് രസമായിരുന്നു എന്നറിയോ. ഒരു ഹായ് പറയൂ ഋതിക. എല്ലാവരും ചിത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമുക്ക് പൊങ്കലിന് കളിക്കാനുള്ള ഡാൻസിൻ്റെ പ്രാക്ടീസും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കില്ലായിരുന്നു. Your girls. Say hi to my YouTube channel. You look gorgeous. Please. ഫുഡ് താ. സുഖമല്ലേ? സുഖമല്ലേ മിസ് ഐ ആം നോട്ട് ഫൈൻ. You just ask question to Malayalis. സുഖമല്ലേ? അങ്ങനെ നമ്മുടെ കോലത്തിൻ്റെ ഫുൾ ഇതും കഴിഞ്ഞു. ലൈക്ക് നല്ല ഡ്രസ്സിലേ കാണാൻ നമ്മുടെ ക്ലാസ്സിലത്തെ കുട്ടികൾ തന്നെ ഇട്ടാ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് അവരിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു, എല്ലാവരും വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ പൊങ്കൽ ഇവിടെ മറ്റേ തിളച്ച് പൊന്തി. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ നമ്മുടെ പൊങ്കൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ സീനിയേഴ്സ് നല്ലൊരു ക്ലാസിക്കൽ ഡാൻസ് വെച്ച് പിടിച്ച് തുടങ്ങി പരിപാടി. അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് നമ്മുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഡാൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമിംഗ് സെക്ഷനിലോട്ട് കടന്നു. ലൈക്ക് ഈ പേപ്പർ കൊണ്ട് നമ്മൾ അങ്ങനെ ചുറ്റിയിട്ട് പിന്നെ നിലത്ത് വെച്ചിട്ട് അതിൻ്റെ മേലത്തിലേക്ക് അതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാകും. അപ്പോൾ അത്രയും ചുറ്റി കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ചെയ്ത് അതിൻ്റെ മേലെ നിൽക്കണം, അതിലാണ് നമ്മൾ വിൻ ചെയ്യുക. അങ്ങനെ ഈ ഒരു ഗെയിമിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് സ്പോർട്ട് ഡാൻസ് ഉള്ളത്. റാൻഡംലി ആൾക്കാരെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കുക. അത് കഴിഞ്ഞ് അടുത്ത ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പം കളിച്ച ആൾക്കാരോട് തന്നെ റാൻഡംലി പിക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആരതീനെ പിക്ക് ചെയ്തിട്ട് അവളും പിന്നെ വേറൊരു സീനിയറും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് കപ്പിൾ ഡാൻസ് പോലെ കളിച്ച്. ഇതായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ട് വന്നത്. ആദ്യം അവർ കുറച്ച് ഔക്കാർഡായിട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നെ അവർ ഫുള്ള് സെറ്റായി കളിച്ചു. അങ്ങനെ ഇവരുടെ അടിപൊളി പെർഫോമൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വിളിച്ച ആൾക്കാരിൽ നമ്മുടെ റിതു ഉണ്ടായിരുന്നു. അവളും പിന്നെ വേറെ 3 പേരൊക്കെ ഉണ്ടായിരുന്നു, സീനിയേഴ്സൊക്കെ ഉള്ളു. छोड़ दिया दिल कभी कैच किया कभी मैच किया रे कभी छोड़ दिया दिल कभी कैच किया रे.
അങ്ങനെ അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ് വേറെയും കുറേ പേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ തീർത്തിട്ട് നെക്സ്റ്റ് നമ്മളെ മെയിൻ പരിപാടി ഫുഡ് അടിക്കലാണ്. അപ്പോൾ അതിലോട്ട് കടന്നു. നമ്മുടെ പൊങ്കൽ വിഭവങ്ങളായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ പൊങ്കൽ ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പിന്നെ ഇവരുടെ ആ ഒരു സ്റ്റൈല് ഫുഡ് കറികൾ ഐറ്റംസ് എനിക്ക് ഫുൾ അറിയില്ല എന്തൊക്കെയാന്ന്. എന്തായാലും ആദ്യം തന്നെ ചെന്ന് ഇരുന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ സദ്യ അല്ല പൊങ്കൽ എന്ന് പറയാം. ലൈക്ക് സദ്യക്ക് സിമിലർ ആയിട്ട് തന്നെയാണ്, പക്ഷെ ഡിഫറെൻറ്റ് കറികളൊക്കെ ആയിരിക്കും അല്ലേ. ഞാൻ ഇതുവരെ പൊങ്കൽ കഴിച്ചിട്ടില്ല. സോ ലെറ്റ്സ് ട്രൈ. ആ പൊങ്കൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, പാല് തിളപ്പിച്ചത്. അതിന്ന് കഞ്ഞിവെള്ളം തിളപ്പിച്ചതാണ്. കഞ്ഞിവെള്ളം ഒന്നല്ല, പാലാണ്. കഞ്ഞിവെള്ളം പൊന്തോ? പിന്നെ പാലിലാണ് ചോറിടുക. പിന്നല്ലാണ്ട് പായസം, പൊങ്കൽ പറഞ്ഞൊരു ടൈപ്പ് ഓഫ് പായസല്ലേ ഗൈസ്. എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്. അത് ആക്ച്വലി ഒരു കഞ്ഞിവെള്ളമായിരുന്നു, പാലല്ല. പക്ഷെ കാണുമ്പോൾ നമുക്ക് പാലായിട്ട് തോന്നുമെങ്കിലും അത് ആ ഒരു അരി കഴുകിയ വെള്ളമായിരുന്നു. അങ്ങനെ നമ്മുടെ ഓരോ വിഭവങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഒഴിക്കുന്നത് ക്യാബേജ് കറിയാട്ടോ. സാധാരണ നമ്മൾ സദ്യക്ക് ക്യാബേജ് ഉപ്പേരി പോലെ, ഇവർ ക്യാബേജ് കറി പോലെ, അതിന് വേറെ എന്തെങ്കിലും എനിക്കറിയില്ല. പിന്നെ സാമ്പാർ വന്നു, നമ്മുടെ പപ്പടം വന്നു. ഇവിടുത്തെ പപ്പടല്ലേ വലിയ പപ്പടമായിരിക്കും, നമ്മുടെ അവിടുത്തെ പോലെ. പക്ഷെ എനിക്ക് നമ്മുടെ അവിടുത്തെ പപ്പടമാട്ടോ ഇഷ്ടമായത്, ഇവിടുത്തെ പപ്പടത്തിനേക്കാൾ. പിന്നെ നമ്മുടെ മെയിൻ സാധനം പൊങ്കൽ, നല്ല ടേസ്റ്റ് ഉണ്ട് പൊങ്കൽ. ഞാൻ എത്ര വട്ടം വാങ്ങിച്ചെന്നറിയോ? 3-4 വട്ടം ഞാൻ വാങ്ങിച്ചു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പൊങ്കൽ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മുടെ അരിപ്പായസില് അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് പൊങ്കൽ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ഗെയിമിംഗ് സെക്ഷനിലോട്ട് കടന്നു. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഇഷ്ടികകളുണ്ടാവും. അതിങ്ങനെ പിടിച്ച് നിൽക്കുന്നതിൽ ആരാണോ ലാസ്റ്റ് വരെ പിടിച്ചിരിക്കുന്നത് അവരാണ് അതിൽ വിന്നർ. ഗേൾസിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ ജയിക്കുക. അങ്ങനെ ഈ ഗെയിമിൽ തന്നെ നെക്സ്റ്റ് നമ്മുടെ ഋതുവും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവൾ കുറച്ച് നേരം പിടിച്ചോളൂ, അവൾക്ക് ഫുള്ളായിട്ട് പിടിക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ. അങ്ങനെ ഗെയിമിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ അടിപൊളി ഡാൻസ് ആയിരുന്നു, നല്ല എനർജറ്റിക്കലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആളൊരു ഡാൻസറും കൂടെ ആട്ടോ. അങ്ങനെ ഇവരുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് DJ പാർട്ടി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ചത്ത് കിടക്കുകയായിരുന്നു. ഇനി അതും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ത്രാണിയൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മൊത്തം ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. എനിക്ക് ഞാൻ പോട്ടെ. ബൈ ഗൈസ്.